ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നോക്കാം. അപ്പോൾ ഇന്ന് നവരാത്രി 3-ാം ദിവസമാണ്. ഇന്ന് നവദുർഗാഭാവങ്ങളിൽ 3-ാമത്തെ ഭാവമായ ചന്ദ്രഘണ്ഠാരൂപത്തിലാണ് ദേവിയെ നമ്മൾ ആരാധിക്കുന്നത്. ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും സ്വരൂപമാണ് ദേവി. അപ്പം നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് ദേവിയെ വിളിക്കാമെന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ദേവിയിൽ സമർപ്പിക്കുക, സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ സറണ്ടർ ചെയ്ത് കൊടുത്ത കാര്യത്തെ പറ്റി നിങ്ങൾ പിന്നെ നോക്കാൻ പോകരുത്. ദേവി ഇവിടെ ഏറ്റെടുത്ത് കഴിയും. അപ്പം നമുക്ക് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. വേൾഡ് കാർഡാണ്. സക്സസിൻ്റെ സമയങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോണത് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നൊരു വിശ്വാസം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു സമയം ഉണ്ടാകുന്നത്. നിങ്ങൾ സ്പിരിച്വലി നിങ്ങളൊരു എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ഇത് കാണാൻ പറ്റുന്നത് സ്വാതന്ത്ര്യമാണ്. പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്. ആഗ്രഹമുണ്ടെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റാതെ കുറേ ബ്ലോക്കേജസ് അല്ലെങ്കിൽ കുറേ ചട്ടക്കൂടുകൾ, മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങൾ ആണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം ഫ്രീഡം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു സംതൃപ്തി തോന്നുന്നു എന്നുള്ളതാണ്. നമുക്ക് പ്രൗഡായിട്ട് തോന്നുന്ന ഒരു സമയമാണ്. ഞാൻ അഭിമാനം കൊള്ളുന്നു, എന്നിൽ അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നാം. കാരണം കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അഭിമാനമാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് കാണുന്നത് ഇന്നത്തെ ദിവസം. പിന്നെ നിങ്ങളുടെ കഴിവുകളെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾ അതിൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കുറേ കാര്യങ്ങളുണ്ടാവും ചില വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരിക്കും അത് പഠിച്ചെടുക്കണം എന്നൊക്കെയുള്ള മറ്റുള്ളവരുടെ സപ്പോർട്ട് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങൾ ഒരു പഠിക്കാൻ പോകുന്ന പിള്ളേരെ പോലെ, ചെറിയ കുട്ടികളെ പോലെ പഠിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെമിനാറിന് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഒരു മെൻറ്ററെ കണ്ടുപിടിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. ശരിക്കും നിങ്ങൾ ചില ജോലികൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നമുക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ അതിനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ആ ഒരു സ്നേഹത്തോടെ നിങ്ങൾ ഇഷ്ടത്തോടെ ജോലി ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമില്ലാതെ എനിക്ക് വയ്യല്ലോ, ഇത് ഇനി ചെയ്ത് തീർക്കണ്ട, ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ. ചില പ്രൊഫഷൻ ചില ആർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ അത് ഇന്നത്തെ ദിവസം മുതൽ നിങ്ങളത് ഇഷ്ടപ്പെടാൻ തുടങ്ങുക. നിങ്ങൾ അതിനെ സ്നേഹിച്ചുകൊണ്ട് ആ ജോലി ചെയ്യാനാണ് നിങ്ങളോട് ഇന്നത്തെ ദിവസം ഡിവൈൻ പറയുന്നത്. എവേക്കണിങ് ആണ്. ഇതൊരു ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വേറൊരു രീതിയിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ കണ്ടത് പോലെയല്ല, നിങ്ങൾ ഇത്രയും കാലം കണ്ടതുപോലെയല്ല. നിങ്ങളുടെ ആ ഒരു തിരിച്ചറിവ് വരുന്നു ചില കാര്യത്തിൽ. നിങ്ങൾ വേറൊരു വീക്ഷണത്തിലൂടെ ഒരു കാര്യം കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ തുടങ്ങുന്നു എന്നുള്ളതാണ്.
പിന്നെ നിങ്ങളൊരു പുതിയ ഒരു പ്രകാശം നിങ്ങൾക്ക് വന്നതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു. ചിലപ്പോൾ ചില ആൾക്കാർക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ചില തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ ഇല്ലായിരുന്നു, ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന്, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. നിങ്ങൾ യുണീക്കാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക. കാരണം നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന അറ്റൻഷൻ നമുക്ക് വേണം എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിലായാലും നമ്മളുടെ വേ ഓഫ് തോട്ട്സിലായാലും അല്ലെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡിലായാലും ഒക്കെ നമ്മൾ വേറൊരാളിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. പല കാര്യത്തിലും ശ്രമിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ യുണീക്കാണ്, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ കാണാൻ സിമിലർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കാം, ഒരാളിനെ പോലെ 7 പേരുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെപ്പോലെ ദൈവം നമ്മളെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. കാരണം നമ്മളെ അറിയാലോ, എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളുടെ കാഴ്ച പരിശോധിക്കും, കണ്ണ് പരിശോധിക്കും. അതെന്തിനാണ്? നമ്മളുടെ കണ്ണിൻ്റെ ആ റെറ്റിനെ പോലെ വേറെ ആർക്കും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല തമ്പ് ഇംപ്രഷൻ, അത് നമ്മളെ പോലെ നമുക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. ഇപ്പോൾ കാണാൻ ഒരുപോലെ ആണെന്നുണ്ടെങ്കിലും നമ്മളെപ്പോലെ ദൈവം നമ്മളെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അപ്പം നമ്മളുടെ യൂണീക്നെസ്സിൽ വിശ്വസിക്കുക, അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, നമ്മളുടെ കുറവുകളോടുകൂടി നമ്മളെ കാണാൻ ശ്രമിക്കുക, നമ്മളുടെ നന്മകളോടും നമ്മളെ കാണാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം. 9 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ആവശ്യമില്ലാത്ത പേടിയൊക്കെ ഇന്നത്തെ ദിവസം ചില ആൾക്കാർക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇന്നലെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ദുസ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഏറ്റവും മോശമായ എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ വീണ്ടും അങ്ങനത്തെ തോട്ട്സ് വരുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, അങ്ങനെ ഒരു കാര്യം സംഭവിക്കും, നെഗറ്റീവായിട്ട് തന്നെ സംഭവിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ഈ നെഗറ്റിവിറ്റി വളർത്താൻ നിങ്ങൾ സഹായിക്കരുത് എന്നുള്ളതാണ്. നെഗറ്റിവിറ്റിയെ വളർത്താൻ നിങ്ങളായിട്ട് വളം ചെയ്ത് കൊടുക്കരുത് എന്നുള്ളതാണ്. പിന്നെ ശരിക്കും കുറേ ആൾക്കാർക്ക് ഉറക്കമില്ല എന്നുള്ളതും കാണുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ഫോക്കസ് മാറ്റിവിടേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും മാക്സിമം നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രപ്പോസലുമായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഈ ജെനുവിനാണെന്നൊന്നും ഇല്ല കേട്ടോ. ജെനുവിനിറ്റി ഒന്നും ഉണ്ടാകണം എന്നില്ല. നിങ്ങളെ ഈ സമയത്ത് ഒരു ഫിസിക്കൽ ഒരു അട്രാക്ഷനോടുകൂടി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഓഫർ തരുന്ന ഒരു എനർജി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആരോടെങ്കിലും ഒരു വലിയ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഇതൊരു പെട്ടെന്ന് വരുന്നൊരു അഫെയർ ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരാളോട് ഒരു ക്രഷ് തോന്നാമെന്നും കാണുന്നുണ്ട്. ചിലപ്പം ഈ റിലേഷൻഷിപ്പിൽ ബാലൻസ് സൂക്ഷിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം എന്നുള്ളതാണ്. ഓവറായിട്ട് നമ്മൾ ഒരാളിനെ കാണുന്നതിന് മുന്നേ ആളുമായിട്ട് ഒരു വലിയ ഒരു ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക. ശരിക്കും നിങ്ങൾക്കൊരു കവിതയൊക്കെ എഴുതാൻ തോന്നുന്ന തരത്തിലുള്ളൊരു പ്രണയം വന്നേക്കാം. അത്രയും അങ്ങനത്തെ ഒരു പ്രണയം വരുന്നു എന്ന് കാണുന്നുണ്ട്. സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ തിരിച്ച് കിട്ടുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ നേരത്തെ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകൾക്കെല്ലാമുള്ള ഫലം ഇന്നത്തെ ദിവസം കിട്ടും എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാർക്കും. അപ്പം നമ്മൾ മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇതുവരെ നന്മകൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ, നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലായിരിക്കാം കുറേയധികം തിന്മകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ഈ വരുന്ന നന്മകളുമായിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ
നമ്മൾ അത്രയധികം കൊടുത്തിട്ടുണ്ടായിരിക്കില്ല നല്ല കാര്യങ്ങൾ, അതുകൊണ്ടാണ് തിരിച്ചു കിട്ടാത്തത്. എന്തൊക്കെ പറഞ്ഞാലും കർമ്മ എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കൊടുക്കുന്നത് അത് എവിടെയായാലും തിരിച്ചു കിട്ടും, അത് ഏത് തരത്തിലായാലും. അതിൽ മാത്രമാണ് സംശയമില്ലാത്തത്. ഇനി വേറെ എന്ത് കാര്യത്തിലും നമുക്ക് ദൈവം ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ലെന്ന് പറഞ്ഞാലും ഓക്കെ, അതിൽ കുഴപ്പമില്ല, അങ്ങനെയും വിശ്വസിക്കാം. പക്ഷെ നമ്മളുടെ പ്രവൃത്തിയാണ് നമ്മളുടെ ഈശ്വരൻ. നമ്മൾ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% തിരിച്ച് നമുക്ക് നല്ലത് തന്നെ വരും. അത് ചിലപ്പോൾ കുറേ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാകും. ഇപ്പം ഇന്ന് നല്ലത് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വെയിറ്റിംഗ് അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ദൈവം നമ്മളുടെ ക്ഷമയെ പരീക്ഷിക്കും. അപ്പോൾ നിങ്ങൾ പറ്റുമെന്നുള്ള ആൾക്കാർ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതും നല്ലതാണെന്നാണ് കാണുന്നത്. പേജ് ഓഫ് ഫണ്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്, ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു ജോബ് ഓഫർ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ചില ആൾക്കാർക്ക് ഒരു ലവ് ഓഫർ ആയിരിക്കും, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലത്തെ ഒരു ഓഫറാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ വൈകരുത് എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ നാളെ ആകട്ടെ, ഇനിയിപ്പോൾ നാളെ ആകട്ടെ, കുറേ നാളെ ആയിട്ടുണ്ടായിരിക്കും. ഈ നാളെ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്നത് നല്ലതാണ്. ഇപ്പം ചെയ്യേണ്ട കാര്യം ഈ നിമിഷം തന്നെ ചെയ്യുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 6 ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട്, 6 ഓഫ് കപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോ, നേരത്തെ ഈ ഒരു ഇതിൽ നേരത്തെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോ നിങ്ങളിലേക്ക് റീകണക്ട് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആ സ്കൂളിൻ്റെ അതുവഴി ആ സ്ഥലം വഴിയോ നിങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലം വഴിയോ ഒക്കെ നിങ്ങൾ പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ള കാണുന്ന. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓർമ്മകൾ, നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു. നിങ്ങൾ അവിടെ പോയി ചിലപ്പോൾ സ്ഥലം വാങ്ങി വീട് വയ്ക്കണമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് വളരെയധികം പ്രണയത്തിലായിരുന്ന വ്യക്തികൾ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഒന്ന് റീയൂണിയനുമായിട്ട് വരാൻ ഉള്ള സാഹചര്യം ഉണ്ട് എന്നാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതൊക്കെ പുതിയ തുടക്കങ്ങളാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ചില ആൾക്കാരുമായിട്ടൊരു കണക്ഷൻ കൂടി വരുന്നൊരു സമയമാണ്. ഒരു പ്രണയത്തിൽ നിങ്ങൾ ഈ സമയമാണെങ്കിൽ ആ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും എന്നുള്ളതാണ്. ഭയങ്കര പ്രണയം തോന്നുന്ന ആ വ്യക്തിയോട് നിങ്ങളോടും ഒരു സ്നേഹവും പ്രണയവും ഒക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും, നിങ്ങളുടെ സൈക്കിക്കായിട്ടുള്ള പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സും ഇത് ഏസ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം പുതിയ തുടക്കമാണ് കേട്ടോ. ഇതിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കണം എന്നുള്ളതാണ്. നിങ്ങളെ സ്നേഹിക്കാൻ മറന്നിട്ട് നിങ്ങൾ മറ്റാരെയും സ്നേഹിക്കാൻ പാടില്ല. പുതിയ തുടക്കങ്ങളാണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പുതിയതായിട്ട് ഇന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ സൈക്കിൾ, ജീവിതത്തിൻ്റെ ഒരു പഴയ സൈക്കിൾ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു. അത് നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കാനാണ് സാധ്യത. കാരണം നിങ്ങളൊരു പുതിയ ഒരു ഇൻസൈറ്റ് വന്നു എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ തന്നെ മാറ്റിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ കാഴ്ചപ്പാട് മാറ്റേണ്ടുന്ന എന്തെങ്കിലും ഒരു അവസരം, ഒരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഒരു പുതിയ ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുതിയൊരാൾ ഇത് കുറേ ആൾക്കാർക്ക് പുതിയൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് കാണുന്നത്. ഒരു ലവ് ലെറ്റർ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ ഇത് വീട് വിട്ട് വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്ന ഒരു എനർജി ഉണ്ട്. ഒരു അഡിക്ഷനോ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ അഡിക്ഷൻ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് നിങ്ങൾ നിർത്തി പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്.
പിന്നെ ഒരു പുതിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വേറെ കുറേ കാര്യങ്ങൾ, നല്ല എക്സ്പീരിയൻസ്, നല്ല സന്തോഷകരമായ കുറേ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നും കൂടി കാണുന്നുണ്ട്. നമുക്ക് ഇതിലൂടെ നമുക്ക് എടുക്കാം എന്താണെന്ന്. കമ്മ്യൂണിറ്റിയാണ്. സെക്കൻഡ് ചക്ര ആർക്കേഞ്ചൽ ഏരിയയിൽ വന്നിട്ടുണ്ട്. ഒരു കാർഡ് കൂടെ എടുക്കാം. ഫിഫ്ത്ത് ചക്ര ആർക്കേഞ്ചൽ ഗബ്രിയേൽ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് വന്നിട്ടുള്ളത് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ സെയിം ആയിട്ടുള്ള തോട്ട്സ് ഉള്ള, അല്ലെങ്കിൽ സെയിം വേവ് ലെങ്ത് ഉള്ള, അല്ലെങ്കിൽ സെയിം എനർജി ഉള്ള കുറച്ച് ആൾക്കാരുമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ചേരുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ സെയിം വേവ് ലെങ്ത് ഉള്ള കുറച്ച് ആൾക്കാരുമായിട്ടൊരു സൗഹൃദത്തിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ചേരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് നിങ്ങളുടെ തന്നെ അതേ സെയിം ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുമായിട്ടൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ആലോചന ഉണ്ട് എന്നാണ് കാണുന്നത്. ഇത് സെക്കൻഡ് ചക്രയാണ്. ആർക്കേഞ്ചൽ ഏരിയലാണ്. ഇത് ഏരിയൽ മാലാഖ. ഈ മാലാഖ നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രം അത് ബ്രൈറ്റൻ ആക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള എനർജിയാണ് സ്വാധിഷ്ഠാന ചക്രം തരുന്നത്. ക്രിയേറ്റീവ് എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ആർക്കേഞ്ചൽ ഏരിയൽ നിങ്ങളുടെ ആ ഒരു സ്വാധിഷ്ഠാന ചക്രത്തിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും മാറ്റി നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് ബ്ലോക്ക് ആയിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് അവിടെ ക്രിയേറ്റീവ് ഐഡിയാസ് നിന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ഒരു സെൽഫ് എക്സ്പ്രഷനാണ് പറയുന്നത്. നമ്മൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും മറ്റുള്ളവരത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾക്കുണ്ടാകുന്ന ബ്ലോക്കേജസ്, പല കാര്യങ്ങളും ചെയ്യാൻ ഒരു ബ്ലോക്കാണ് നമ്മൾ മനസ്സിൽ പല കാര്യങ്ങളും വിചാരിക്കുമെങ്കിലും നമുക്കത് ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ ആക്ഷൻ എടുക്കാൻ ഉള്ള ബുദ്ധിമുട്ടൊക്കെ മാറുന്നു. അതിന് നിങ്ങളെ ഏരിയൽ മാലാഖ നിങ്ങളെ സഹായിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഫിഫ്ത്ത് ചക്രയാണ്. ആർക്കേഞ്ചൽ ഗബ്രിയേലാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ത്രോട്ട് ചക്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ ഈ ഒരു എനർജി കൊണ്ട് ആർക്കേഞ്ചൽ ഗബ്രിയേലിൻ്റെ കയ്യിലുള്ള ആ ഒരു എനർജി കൊണ്ട് നിങ്ങളുടെ ത്രോട്ട് ചക്ര ഹീൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് സെൽഫ് എക്സ്പ്രഷൻ, നിങ്ങൾക്ക് പറയാനുള്ള പല കാര്യങ്ങളും, നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇന്ന് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് എന്തെങ്കിലും നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം പറയാനുണ്ട്, ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രസൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ബ്ലോക്കേജസ് ഒക്കെ ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാറ്റിത്തരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റും. റിലേഷൻഷിപ്പിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് പറയാൻ പറ്റാതിരിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടക്കും എന്നുള്ളതാണ്. അതിന് ഗബ്രിയേൽ മാലാഖ നിങ്ങളെ സഹായിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നവരാത്രി ആശംസകൾ. വീണ്ടും എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യത്തിലും ഇന്ന് ശക്തി സ്വരൂപിണിയാണ് ദേവി. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ദേവിയുടെ ശക്തി ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ. ദേവി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.